വിശപ്പിൻ്റെ വില ശരിക്കും മനസ്സിലാക്കുന്ന ഒരു മാസമാണ് റമദാൻ. റമദാനിൽ പകൽ മുഴുവനും അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ സർവശക്തനായ നാഥന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനാ നിർഭരമായി കഴിക്കുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിലെ അന്നദാനത്തിന് മറ്റ് ദിവസങ്ങളിൽ അന്നദാനങ്ങൾ നൽകുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നത്. നമുക്കിന്ന് 40ഓളം വീടുകളിൽ 5 കിലോ വീതം അരി എത്തിക്കാൻ സാധിച്ചു. ഇതിനുവേണ്ടി നമ്മളെ സഹായിച്ചത് ഫൈസൽ മാവൂരാണ്. ഫൈസൽ മാവൂരിൻ്റെ ആ സഹായത്തോടു കൂടി നമ്മളിന്ന് 40 ഏറ്റവും അർഹരായ ആളുകളുടെ വീടുകളിലേക്ക് 5 കിലോ വീതം അരി എത്തിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഇത്രയൊന്നും സാധിച്ചില്ലെങ്കിൽ 40 വീട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു 4 വീട്ടിലേക്കെങ്കിലും അന്നം എത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. അതൊന്നും വേണ്ട, ഒരു വീട്ടിലേക്കെങ്കിലും അന്നം എത്തിക്കാൻ നിങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് അപേക്ഷിക്കുക. കാരണം ഇത് ഒരുപാട് പട്ടിണി കിടക്കുന്നൊരു ഏരിയയാണിത്. ഇവിടെ തന്നെ നമ്മൾ അന്നം എത്തിക്കാൻ കാരണം തീരെ ഇല്ലാത്ത ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അവർക്ക് അന്നം എത്തിക്കാൻ, അഭയാർത്ഥികളാണ്, അവർക്ക് അന്നം എത്തിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അതിൻ്റെ പ്രതിഫലം സർവശക്തനായ നാഥൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഈ വീഡിയോ കാണുന്നതും ഇത് ഷെയർ ചെയ്യുന്നതും ഇതിനടിയിൽ നല്ല നല്ല കമൻറ്റുകൾ എഴുതുന്നതും ഒക്കെ പ്രതിഫലം ലഭിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇബ്ലീസിന് ഒരിക്കലും നല്ല കമൻറ്റുകൾ എഴുതാൻ സാധിക്കാറില്ല. അതുകൊണ്ട് അവരുടെ ജോലി ചെയ്യുന്നു. നല്ല കാര്യങ്ങൾ, വല്ല ഡാൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അതിനൊക്കെ പോയിട്ട് നല്ല കമൻറ്റ് എഴുതും. ഇവിടെ നമ്മൾ അന്നദാനം നടത്തുന്നത് കാണുമ്പോൾ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ആളുകളെ നമുക്ക് നോക്കണ്ട. അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ചെയ്യട്ടെ, അവരുടെ ജോലി അവർ ചെയ്യട്ടെ, അവരെ ഇബ്ലീസ് ഏൽപ്പിച്ച ജോലി അവർ ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും 40 വീടുകളിലേക്ക് എത്തിക്കാൻ സഹായിച്ച ഫൈസൽ മാവൂരിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുന്നത്. ഇത് കൊടുക്കുമ്പോൾ ഓരോരുത്തരോടും ഞാൻ പറയുന്നുണ്ട്, എൻ്റെ ഒരു സുഹൃത്താണ് ഇത് നിങ്ങൾക്ക് തന്നത്, ഇത് ഞാൻ തരുന്നതല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടോക്കൺ കൊടുക്കുന്നതും ഈ അരി കൊടുക്കുന്നതും ഒക്കെ. എന്തായാലും ഫൈസൽ മാവൂരിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഒരുപാട് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ സൽക്കർമ്മം ഇവിടെ അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അന്നദാനത്തിൻ്റെ പ്രതിഫലം തന്നെ കിട്ടിയേക്കാം. കാരണം നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ടായിരിക്കാം ഏതെങ്കിലും ഒരാൾ ഇതുപോലെ അന്നദാനം നടത്തുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഷെയറിന് ഒരു അന്നദാനത്തിൻ്റെ തന്നെ വിലയുണ്ട് എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾക്ക് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടും എത്തിച്ചുകൊണ്ടും അതുപോലെ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും ഒക്കെ സഹായിക്കുകയാണെങ്കിൽ ഇവർക്ക് അന്നം എത്തിക്കാൻ സഹായിച്ചതിൻ്റെ ഒരു പ്രതിഫലം, ഇപ്പോൾ ഞാനീ ചെയ്യുന്നത് പോലെ എൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ അതേ പ്രതിഫലം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റമദാൻ മാസത്തിൽ ഒരുപാട് പുണ്യങ്ങൾ ലഭിക്കുന്ന ഈ മാസത്തിൽ സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം ഒരുപാട് ലഭിക്കുന്ന ഈ മാസത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും സന്തോഷവും സംതൃപ്തിയും സമ്പത്തും ധാരാളമായി സർവശക്തനായ നാഥൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമ്മൾ ഈ സൽക്കർമ്മം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ സജ്ജനങ്ങളായ സഹോദരങ്ങൾക്കും ഒരുപാട് നന്മകൾ നേർന്നുകൊണ്ട് ഹാരിസ് രാജ്. നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എപ്പോഴും ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു.